ഇത് കൊള്ളാവല്ലോടി പെണ്ണെ, എവിടുന്ന് വാങ്ങിയതാ? ഒരു മുത്തം തരട്ടെ നിനക്ക്? ഓ വേണ്ടെങ്കി വേണ്ട. ഈ വള്ളി എനിക്ക് ഇഷ്ടായി. ഇതെനിക്ക് തരുവോ? സ്വന്തമായിട്ട് തരുവോ? നീ ഇവിടെ നിക്ക്, ഞാനൊന്ന് തല ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടോ നോക്കാറോ തിന്നാൻ? നിന്റെ തലയിലൊന്നും തിന്നാറില്ല കേട്ടോ. ശരിയെന്നാ. സി, ഇതൊരു അണ്ടർവേൾഡ് ആണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ അക്രമമാണ്. ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസുള്ള കുഞ്ഞന്മാരും വലിയ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് ഫുഡാണ് മെയിൻ. ഇവരെ മേത്തൊന്നും തൊടുന്ന അവർക്ക് വലിയ ഇഷ്ടമല്ല. ഇതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ സെലക്ട് ചെയ്യും. അവർ തന്നെ നമ്മളെടുത്ത് ഭയങ്കര മിങ്കിളായി ഒരു കംഫർട്ട് സ്പേസിൽ നിൽക്കും. അങ്ങനെ ഒരു കംഫർട്ട് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ ബോഡി ഫുള്ള് സ്കാനിങ് ആണ്, റിസൾട്ട് കിട്ടില്ലെന്ന് മാത്രം. ഇതിന് ചില എക്സ്ട്രോവേർട്ട് തത്തകളുണ്ട്. അവരെ നമ്മൾ ഓടിച്ചു വിട്ടാലും പോവില്ല, നമ്മളിങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ചില തത്തകൾ ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കില്ല, ഇതുപോലെ കഴിച്ചിട്ടങ്ങ് പോകും. പിന്നെ കുറേ എണ്ണം ഉണ്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് വെറുതെ കുത്തിരിക്കുന്ന കുറേ എണ്ണം. അതാണ് ഈ ഗ്യാങ്. പിന്നെ ചിലരുണ്ട് ഇതുപോലെ മൂർച്ചെല്ലാം കൂട്ടി ഇന്നത്തേക്കുള്ള ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് ഈവനിങ് ആയി. ഇനിയിപ്പോൾ നാളത്തേക്ക് തിന്നാൻ വേണ്ടിയിട്ട് മൂർച്ചം കൂട്ടിക്കൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഈ പക്ഷികളെ കൂടാതെ വേറെയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരെ നമുക്ക് കാണാൻ പറ്റും. എടുക്കണം എന്നാണെങ്കിലും നമ്മൾ എക്സ്ട്രാ, അതായത് നമ്മളുടെ എൻട്രി ഫീസ് 200 പുറമേ ഒരു 200 or 300 സംതിങ് കൊടുത്താലാണ് പറ്റുക. ആൻഡ് ഈ ഒരു പ്ലേസ് വരുന്നത് എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് ബ്ലൂ ബസാറിൻ്റെ അകത്താണ്, വരാപ്പുഴ. ഇവിടെ എക്സോട്ടിക് അല്ലാത്ത വേറൊരു ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരമ്മയും ഒരു 2 മക്കളുള്ള ഒരു പൂച്ച ഫാമിലി. കിളികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരെ, എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്.